ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതു നന്ദനോട് പറയുകയാണ്, അവന്തികയ്ക്ക് ഇപ്പോഴും നിന്നെ കണ്ടതിന്റെ ഷോക്കൊന്നും അങ്ങോട്ട് വിട്ടുമാറിയിട്ടേയില്ല. അവന്തികയ്ക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ഷോക്ക് മാറിയിട്ടേയില്ല. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹമെന്ന് സേതു പറയുമ്പോ നന്ദൻ പറയുകയാണ്, ഈശ്വരന്റെ അനുഗ്രഹം മാത്രമല്ല അച്ഛാ, എന്നെ ഇവിടെ എത്തിച്ചത് സന്ധ്യ ഡോക്ടറും അർച്ചനയും ചേർന്നാണ്. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ അർച്ചനയെ നോക്കുമ്പോ സേതുമാധവൻ വിഷമത്തോടെ അർച്ചനയെ നോക്കുകയാണ്. ഇവരുടെ ജീവൻ പോലും പണയം വെച്ചിട്ടാ എന്നെ രക്ഷപ്പെടുത്തിയത്. തുടർന്ന് സച്ചിയെ ചേർത്ത് പിടിച്ച് നന്ദൻ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അർച്ചന. പണ്ടെന്നോ നാട് വിട്ടുപോയ ഭർത്താവിന്റെ ചേട്ടനായ എന്നെ കണ്ടെത്തി രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാലേ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ചിന്തിക്കുന്നതിലും കൂടുതലാണ് ഇവളിലെ നന്മ. തുടർന്ന് അർച്ചനയെ നോക്കി നന്ദൻ പറയുകയാണ്, ഒരു നന്ദിയില് ഞാനൊന്നും ഒതുക്കുന്നില്ല. എന്നും എപ്പോഴും ഒരു ഏട്ടനായി ഞാൻ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഡോക്ടറിനോടും ഞാനും എൻ്റെ കുടുംബവും എന്നും കടപ്പെട്ടിരിക്കും. ഇനി അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെയും സമയത്തെയും ഒക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് സച്ചിയെയും സന്ദീപിനെയും സ്നേഹയും ചേർത്ത് പിടിക്കുകയാണ് നന്ദൻ. ഈ കാഴ്ച കാണുന്ന എല്ലാവർക്കും സന്തോഷമാകുന്നു. എന്നാൽ അവന്തിക ഇതെല്ലാം ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹരിഹരനെയാണ്. നന്ദനെ തേടി അലഞ്ഞു നടക്കുകയാണ് ഹരിഹരൻ. അതേസമയം അവന്തിക ഹരിഹരന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്തൊക്കെയാ മോളെ ഇവിടെ നടക്കുന്നത്? അത് മോളെ, എനിക്കൊരു അബദ്ധം പറ്റി. എന്താണോ നമ്മളെല്ലാവരും നടക്കരുതെന്ന് ആഗ്രഹിച്ചത് അതിപ്പോ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നന്ദൻ എന്നെ കൊല്ലുമെന്ന് എനിക്കുറപ്പാണ്. അതവൻ എന്നോട് പറയുകയും ചെയ്തു. ആ അർച്ചനയും സന്ധ്യയും കൂടി അവനെ രക്ഷിച്ചെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാനങ്ങ് ആത്മഹത്യ ചെയ്യുന്നതാണ്. ആ വീട്ടിൽ വന്ന് അമ്മാവന്റെ കണ്ണു വെട്ടിച്ച് ഇത്രയുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അർച്ചനയുടെ ധൈര്യം എത്രയാണെന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണിത്. അമ്മാവന് എന്റെ സ്വഭാവം അറിയാലോ. നിവർത്തി കേട്ടാൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ജീവിതത്തിനും മരണത്തിനും ഇടയിലാണ് ഞാനിപ്പോ. ഒന്നെങ്കിൽ നന്ദനെ വീണ്ടും ലോക്ക് ചെയ്ത് പൂട്ടണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും കൊന്നിരിക്കും. അവന്തികെ, നീ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്താലും ഇപ്പോ ആത്മഹത്യക്ക് തുല്യമാണ്. ഇനി എന്താണെങ്കിലും വളരെ കുറച്ചു നാളുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രതികാരത്തിന്. അത്രയും നാളും നീ ആ വീട്ടിൽ തന്നെ ഉണ്ടാകണം. അവന്റെ നീക്കങ്ങൾ എന്താണെന്ന് നീ ഒന്നാദ്യം കണ്ടെത്താൻ ശ്രമിക്ക്. എടുത്തടിച്ചതുപോലെ നീ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലേ ഒന്നെങ്കിൽ നീ ഇരുമ്പഴിക്കുള്ളിലാകും, ഇല്ലെങ്കിൽ നീ പിന്നെ ഈ ലോകത്ത് ഉണ്ടാവുകയുമില്ല. നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്രയും നീ പിടിച്ചു നിൽക്ക്. പിന്നെ നന്ദൻ എന്തെങ്കിലും സത്യങ്ങളൊക്കെ അവരോട് പറഞ്ഞാൽ പിന്നെ നിനക്കവിടെ നിൽക്കാനാകില്ല. ആ സമയത്ത് ഏതെങ്കിലും ഒന്നിന്റെ ജീവനെങ്കിലും എടുത്തുകൊണ്ടായിരിക്കണം നീ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. താൻ എന്താടോ മാറി നിൽക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോ അർച്ചന പറയുകയാണ്, അച്ഛനെ ഇത്രയും സന്തോഷത്തി ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഇനിയും എനിക്ക് അവിടെ നിന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നി. ഇന്നത്തെ ദിവസം ഇത്രയും അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാനും സന്ധ്യ ഡോക്ടറും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലെന്ന് അർച്ചന പറയുമ്പോ സച്ചി പറയുകയാണ്, ഇന്നു മുതൽ ഞാനും എന്റെ കുടുംബവും തന്നോട് എന്നേക്കുമായി കടപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് നന്ദേട്ടൻ എവിടുന്നാ കിട്ടിയതെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോ അർച്ചന പറയുകയാണ്, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും മറക്കണമെന്നാ ഞാൻ പറയുന്നത്. പിന്നെ സച്ചിയേട്ടനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറയാം. പക്ഷേ അതിന് എനിക്ക് സച്ചിയേട്ടൻ കുറച്ച് സാവകാശം തരണം. ഇന്നു മുതൽ ഈ വീട് ശരിക്കും ഒരു വീടാവുകയാണ്. ഇന്നു മുതലാകും സച്ചിയേട്ടൻ പലരുടെയും മാറ്റങ്ങളെല്ലാം കാണാനും പോകുന്നത്. ഇന്നു മുതൽ ഈ വീട്ടിലെ പൂരമായിരിക്കും. സച്ചിയേട്ടൻ കണ്ടോ എന്ന് അർച്ചന പറയുമ്പോ ചിരിച്ചുകൊണ്ട് അർച്ചനയെ നോക്കുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് നന്ദനെയാണ്. നന്ദൻ കമലയോടും മാഷിനോടും പറയുകയാണ്, നിങ്ങളെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് കാണുന്നത്. അതെങ്ങനെയെന്ന് സേതു ചോദിക്കുമ്പോ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി അർച്ചന പറഞ്ഞെന്ന് നന്ദൻ പറയുന്നു. തുടർന്ന് കമല പറയുകയാണ്, ഇവിടെ എല്ലാവരുടെയും സന്തോഷത്തിന്റെ കാരണം എന്റെ മകളാണെന്ന് ഓർക്കുമ്പോ അമ്മ എന്ന നിലയിൽ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. അല്ലെങ്കിൽ പണ്ട് മുതൽ തന്നെ ആതിരേക്കാൾ ധൈര്യമാ അച്ചുവിന്. പക്ഷെ പലപ്പോഴും അവള് അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുമുണ്ട്. ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നിങ്ങളോട് രണ്ടുപേരോടുമാണ്. അർച്ചനെ പോലെ ഒരു മകളെ എന്റെ സച്ചിക്ക് കൊടുത്തതിന്. തുടർന്ന് സന്ദീപിന്റെയും ആതിരയുടെയും എല്ലാ കാര്യങ്ങളും നന്ദനോട് പറയുകയാണ് സച്ചി. അല്ല, അവന്തിക എവിടെയെന്ന് നന്ദൻ ചോദിക്കുമ്പോ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവന്തിക പറയുന്നു. അവന്തികയ്ക്ക് ഇപ്പോഴും ആ ഷോക്ക് അങ്ങ് മാറിയിട്ടില്ലെന്ന് സേതു പറയുമ്പോ ഞാനിനി ഫുൾ ടൈം ഇവിടെ ഉണ്ടല്ലോ, അപ്പോ എന്നും ഷോക്ക് തന്നെ ആയിരിക്കുമെന്ന് നന്ദൻ പറയുന്നു. അങ്ങനെ കമലയും ആശും അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. തുടർന്ന് നന്ദൻ പറയുകയാണ്, അവന്തിയെ നീ ഇങ്ങ് വന്നേ, എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തികയുടെ തോളിൽ കൂടി കൈയിട്ട് മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ് നന്ദൻ. പോകുന്ന വഴി അർച്ചനയെ ഒന്ന് നോക്കാനും നന്ദൻ മറക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് കയറിയുടൻ അവന്തികയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുന്ന നന്ദനെയാണ്. ഇതിപ്പോ കിട്ടിയത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇത്രയും നാളും എന്നെ തടങ്കലിൽ വെച്ചതിന്.
അങ്ങനെ ആ ഹാങ് ഓവർ വിടുന്നതിന് മുമ്പ് തന്നെ അവന്തികയ്ക്കിട്ട് ഒരെണ്ണം കൂടി കൊടുക്കുകയാണ് നന്ദൻ. ഇതെന്തിനാണെന്നറിയാമോ? എന്നെ ഇത്രയും നാളും ഇട്ട് ദ്രോഹിച്ചതിന്. പിന്നീട് കാണിക്കുന്നത് സേതു അർച്ചനയെ മുറിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നതാണ്. അച്ഛന്റെ മനസ്സിൽ അത്രയും വേദനയുണ്ടായതുകൊണ്ടാ അച്ഛൻ നിന്നെ ഇത്രയും നാളും അകറ്റി നിർത്തിയത്. അതൊക്കെ മറക്കണമെന്ന് സേതു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയും നന്ദനെയുമാണ്. അർച്ചനയുടെ കാൽക്കീഴിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും എങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലാനും അവന്തിക നന്ദനോട് പറയുന്നു. ഈ വീട്ടിലേക്ക് വന്നയുടൻ സത്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിച്ചിട്ട് നിന്നെ കൊല്ലാനായിരുന്നു എന്റെ പ്ലാൻ. ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത് അർച്ചനയാ. അവളുടെ മനസ്സിലെ നന്മ കൊണ്ട് മാത്രം. ഇത്രയും കാലം നീ എന്നെയും എന്റെ കുടുംബത്തെയും ദ്രോഹിക്കുകയല്ലായിരുന്നോ? ഈ രണ്ടടിയിലെ ഞാൻ നിർത്തിയെന്നൊന്നും നീ കരുതണ്ട. ഇനിയുള്ള ദിവസം മുഴുവൻ നീ അനുഭവിക്കാൻ പോവുകയാണ് അനുഭവിച്ചതിന്റെ 100 ഇരട്ടിയായിട്ട്. പലതവണ ഞാൻ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നു. ഇതിപ്പോ അർച്ചന മുഖാന്തരം നടക്കുകയും ചെയ്തെന്നൊക്കെ നന്ദൻ പറയുമ്പോ തല കുനിച്ചു നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് സേതുമാധവൻ അർച്ചനയോട് മാപ്പ് പറയുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.